+1 സീറ്റ് പ്രതിസന്ധിയിൽ MSF ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം ശക്തമാകുന്നതിനിടയിലാണ് സർക്കാരിനെ വെട്ടിലാക്കി SFIയും സമരത്തിനിറങ്ങുന്നത്. അധിക +1 ബാച്ച് ആവശ്യപ്പെട്ട് ഇന്ന് മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്താനാണ് SFIയുടെ തീരുമാനം. മലബാർ ജില്ലയിൽ ആവശ്യത്തിന് +1 സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞ മന്ത്രി ശിവൻകുട്ടിക്കുള്ള മറുപടിയാണ് SFI മലപ്പുറം കളക്ടറേറ്റിലേക്ക് ഇന്ന് പ്രഖ്യാപിച്ച സമരം. സീറ്റ് പ്രതിസന്ധി ഇല്ലെന്ന് വാദിക്കുന്ന സർക്കാരിനെ തന്നെ പ്രതിരോധത്തിലാക്കുന്നതാണ് ഇടത് വിദ്യാർത്ഥി സംഘടനയുടെ സമരപ്രഖ്യാപനം. അപേക്ഷ നൽകിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവസരം നൽകുക, മലപ്പുറത്ത് അധിക ബാച്ചുകൾ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. SFI ഇതുമായി ബന്ധപ്പെട്ട് SFI സംസ്ഥാന ലീഡർഷിപ്പ് തന്നെ മലപ്പുറം ജില്ലയിലെ വിശേഷിച്ചു മലബാർ ഏരിയയിലെ +2 സീറ്റിലെ അപര്യാപ്തത സംബന്ധിച്ച് മന്ത്രിക്ക് ഈ വർഷവും നിവേദനം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. പടിപടിയായി ഈ മലപ്പുറം ജില്ലയിലെ ഉൾപ്പെടെ മലബാർ മേഖലയിലെ +1 സീറ്റിൻ്റെ പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ വലിയൊരു നമ്പർ ഇപ്പോഴും പുറത്തു നിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ SFIയുടെ സമരപ്രഖ്യാപനം വിദ്യാർത്ഥികളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണെന്നാണ് MSFന്റെ ആരോപണം. അതൊരു കണ്ണിൽ പൊടിയിടാൻ, വിദ്യാർത്ഥികളുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമാണ് ഇവർ ഈ സമരത്തെ നടത്തുന്നത്. 8 വർഷമായി ഒരു സമരത്തിനും ഒരു പ്രസ്താവനക്കും തയ്യാറാകാത്ത SFI അതിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഒരു കത്ത് കൊടുത്തിട്ടു എന്ന് പറഞ്ഞ് കഴിഞ്ഞ പത്രക്കാരെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു. അതല്ലാതെ മറ്റൊരു 8 വർഷക്കാലം ഈ തുടർപഠനം നടന്നിട്ട് പോലും SFI ഒരു സമരത്തിനോ ഒരു പ്രസ്താവനക്കോ മുതിരില്ലാത്തതുകൊണ്ട് വരാത്ത SFI ഇപ്പോൾ വന്നിട്ടുള്ളത് അത് വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ മനസ്സിൽ നിന്ന് ഇടം ലഭിക്കാത്തതിൻ്റെ പകരമാണ് കണ്ണിൽ പൊടിയിടാനാണ് SFI ഈ സമരം ആലോചിക്കുന്നത്. +1 വിഷയത്തിൽ സീറ്റുകളുടെ എണ്ണം കൂട്ടി കുത്തിനിറച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ ലീഗ് അനുവദിക്കില്ലെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം വ്യക്തമാക്കി. ചൊവ്വാഴ്ച നടക്കുന്ന യൂത്ത് ലീഗ് സമരത്തിന് ശേഷവും അനുകൂല തീരുമാനമില്ലെങ്കിൽ +1 സമരം മുസ്ലിം ലീഗ് ഏറ്റെടുക്കാനാണ് തീരുമാനമെന്നും PMA സലാം അറിയിച്ചു. അതുമാത്രമല്ല, ഒരു ക്ലാസ് റൂമിൽ 65-70 കുട്ടികളെ കുത്തിയുറച്ച് പഠിപ്പിക്കാൻ കഴിയില്ല. അത് ഞങ്ങൾ അനുവദിക്കില്ല. കാരണം അത്ര 50 കുട്ടികളിൽ കൂടുതൽ ക്ലാസ് റൂമിൽ ഉണ്ടായാൽ 40 ലബ്ബ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം പറഞ്ഞത് ഒരു ക്ലാസ് റൂമിൽ 40 കുട്ടികളെ പരമാവധി പാടുള്ളൂ എന്നാണ്. ആ റിപ്പോർട്ട് ഗവൺമെൻറ്റിന് മുമ്പിലുണ്ടല്ലോ. SFI കൂടി സമരത്തിനിറങ്ങിയതോടെ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. മുഖ്യ അലോട്ട്മെന്റുകളെല്ലാം പൂർത്തിയായപ്പോഴും മലപ്പുറം ജില്ലയിൽ മാത്രം 32,432 കുട്ടികൾക്ക് ഇനിയും പ്രവേശനം ലഭിക്കാൻ ബാക്കിയുണ്ട്. ന്യൂസ് മലയാളം, മലപ്പുറം.